അവരുടെ ഇതിപ്പോൾ ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത് മതപരിവർത്തനമെന്ന വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഇവരെ ആദ്യം അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ കൊണ്ടുവന്ന പെൺകുട്ടികളും ക്രിസ്ത്യാനികളാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ വളരെ തന്ത്രപരമായി ഇത് മനുഷ്യക്കടത്ത് എന്നുള്ള വകുപ്പ് ചേർത്തുകൊണ്ട് അവർ കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. അവർക്ക് അങ്ങേയറ്റം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്ന് ഞങ്ങൾ ജയിലിൽ ഈ 2 കന്യാസ്ത്രീകളെയും അവരോടൊപ്പം ഈ പെൺകുട്ടികളെ അവരുടെ നാരായൺപൂർ ജില്ലയിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും അവരെ ഈ സിസ്റ്റർമാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന അവരുടെ സമുദായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ ജയിലിൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും കണ്ട് വളരെ വിശദമായി സംസാരിച്ചു. ഈ 2 സിസ്റ്റേഴ്സിൻ്റെയും ആരോഗ്യസ്ഥിതി, അവർ സീനിയർ സിറ്റിസൺസ് ആണ്, അവരുടെ ആരോഗ്യസ്ഥിതി നല്ലതല്ല. അവർ 2 പേരും പല വിധത്തിലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. ഒരു സിസ്റ്റർ കേരളത്തിൽ നിന്നുള്ള ഒരു ആയുർവേദ മരുന്നാണ് കഴിക്കുന്നത്. അത് ഈ പെൺകുട്ടികളെ നാരായൺപൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഈ മറ്റ് സിസ്റ്ററിൻ്റെ കൂടെ വിടാൻ വേണ്ടി വന്നതാണ്. ആ സിസ്റ്റർ അവിടെ നിന്ന് 2 മരുന്ന്, ഒരു ഗുളിക മാത്രമാണ് കൊണ്ടുവന്നത്. പിന്നെ തിരിച്ചങ്ങോട്ട് പോയി അത് ബാക്കി കഴിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പക്ഷേ ആ മരുന്നുകൾ ഇവിടെ ലഭ്യമല്ല, അവർക്കാരും അത് എത്തിച്ചു കൊടുക്കുന്നില്ല. അത് കേരളത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ആർത്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങൾ. അവരെ തറയിലാണ്, ആർത്രൈറ്റിസ് ഉള്ള ഇവരെ തറയിലാണ് കിടത്തുന്നത്. അതൊക്കെ അവർക്ക് പ്രശ്നമാണ്. ആരോഗ്യം അവരുടെ നല്ലതല്ല. ജയിലധികാരികളോട് ഞങ്ങൾ പറഞ്ഞത് അവരെ അടിയന്തരമായി ആശുപത്രിയിൽ കൊണ്ടുപോകണം, വൈദ്യസഹായം നൽകണമെന്ന് പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരനെ കണ്ടു, അവൻ പറഞ്ഞ അതിക്രൂരമായി മർദ്ദിച്ചു അവനെ സംഘപരിവാർ സംഘടനകൾ. അവിടെ ഇവരുടെ ചോദ്യം ചെയ്യലുകളെ, ഇവരുടെ പരിശോധന, ഇവരുടെ ഡോക്യുമെൻ്റ് പരിശോധന ഇതെല്ലാം നടത്തിയത് റെയിൽവേയുടെയും പോലീസിൻ്റെയും സാന്നിധ്യത്തിൽ അവരെ ഒരു നോക്കുകുത്തിയായി മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഈ പരിശോധന നടത്തുക, ഇവരെ അധിക്ഷേപിക്കുക, ഇവരെ ആക്രമിക്കുക, ഇതെല്ലാം ചെയ്തത്. ആ കന്യാസ്ത്രീകളോട് പറഞ്ഞ വാക്കുകൾ, അവരോട് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ് എത്ര മ്ലേച്ഛമായി, എത്ര നികൃഷ്ടമായ വാക്കുകളാണ് ഉപയോഗിച്ചത്. നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്നും നിങ്ങൾ എങ്ങനെ പുറത്തു വന്ന ആ ഗതി നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് ബോധ്യമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഈ ബജ്രംഗ് ദൾ ആളുകൾ അവിടെ ചെയ്തത്. അവരെ രാവിലെ 8 മണിക്ക് അവിടെ സ്റ്റേഷനിലെത്തിയിട്ട് വൈകുന്നേരം 5 മണി വരെ പല ആളുകൾ മാറി മാറി വന്ന ബജ്രംഗ് ദൾ ആളുകൾ അവരെ ചോദ്യം ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ്. ഈ ചെറുപ്പക്കാരനെ ആക്രമിച്ചുകൊണ്ട് നീ ധർമാന്തരം നടത്തിയവരാണ് എന്ന് പറയണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞ അവരെ ആ സ്റ്റേറ്റ്മെൻറ്റ്, ഇവരുടേതായി വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ ബജ്രംഗ് ദൾ ആളുകൾ നിർബന്ധിച്ച് എഴുതിച്ച സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്നാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. എന്തു തന്നെ ആയാലും ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഇവരെ 3 പേരെയും ജയിലിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസുകൾ ബെയിൽ എന്നുള്ളതല്ല, ഉടനടി ഈ കേസ് റദ്ദാക്കിക്കൊണ്ട് അവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം തെറ്റായ ഒരു കേസാണിത്. അതുകൊണ്ട് മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഡെലിഗേഷൻ ആവശ്യപ്പെടുകയാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ എംപിമാരടക്കമുള്ള ഡെലിഗേഷൻ വന്ന് ഇന്നലെ, നിങ്ങൾക്കറിയാം, ഇന്നലെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് റിട്ടേൺ അവരുടെ സൈനുള്ള ഒരു പെർമിഷനോടെയാണ് വന്ന്. എന്തിനായാലും ഞങ്ങൾ അവരോട് സംസാരിക്കാൻ സമയം തന്നു. അവർ ഈ 2 കന്യാസ്ത്രീകളും ഈ ആരോഗ്യ വിഷയമുള്ളത് ഞങ്ങളെ ആശങ്കയിലാക്കുന്നതാണ്. അവർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം, അവരോട് പറഞ്ഞ് നിങ്ങൾ വിദേശികളാണ്, ഈ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം, ഞങ്ങളുടെ ആഹാരം കഴിക്കുക, ഞങ്ങളുടെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുക, എന്നിട്ട് ഞങ്ങൾക്കെതിരായി നിങ്ങൾ, ഞങ്ങളുടെ മതത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇവർ ആക്രമിച്ചതിനേക്കാളും ഇവർ അബ്യൂസ് ചെയ്തതിനേക്കാളും അവരെ ഏറെ വേദനിപ്പിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അവർ വിങ്ങിപ്പൊട്ടി കരഞ്ഞ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങളെന്താ ഈ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ പൗരന്മാരല്ലേ എന്നുള്ളൊരു ചോദ്യം അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത്. പോലീസല്ല, ബജ്രംഗ് ദളിൻ്റെ ആളുകൾ ചോദിക്കുകയാണ്. അതാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്മാരല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ ഇത് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ചത്. അപ്പം ഇതാണ് സ്ഥിതി. തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തിയെന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നത്. ആ പെൺകുട്ടി പോലും ആ രീതിയിലാണ്, അവരെ നമ്മൾ കാണാൻ സാധിച്ചില്ല. ഇന്നലെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ജയിലിലല്ല, മറ്റ് ചില സ്ഥലങ്ങളിലായിരുന്നു. അവിടുന്ന് ഉടനെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംഘം വരുന്നു എന്ന് പറഞ്ഞ ഉടനെ അവർ നാരായൺപൂരിലേക്ക് കൊണ്ടുപോവുകയും അവരോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലഭിച്ചിട്ടുള്ള ഒരു വിവരം കൂടി.
അല്ല, ഇതിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഞാനതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനു മുന്നേയും എത്രയോ കോൺഗ്രസിൻ്റെ കാലത്ത് പോലും ഇവിടെ ക്രിസ്ത്യാനികൾക്കെതിരായി ഈ ഛത്തീസ്ഗഡിൻ്റെ മണ്ണിൽ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. BJP അതിന് മറുപടി പറയണം. ഏത് നേതാവാണ് BJPയുടെ പറഞ്ഞാലും ഇവർ ഇന്ത്യൻ സിറ്റിസൺസ് ആണോ എന്നുള്ളത് അവർ പറയണം. ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ, അതുപോലുള്ള അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതെല്ലാം അവർക്ക് അവകാശമുള്ളതല്ലേ എന്ന് പറയണം. ഇതെല്ലാം BJPയുടെ ആളുകൾ പറയണം. ഇതെന്തുകൊണ്ട് മുഖ്യമന്ത്രി മുന്നിട്ട് നിന്ന് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു എന്നുള്ളതിൻ്റെ മറുപടി BJP നേതൃത്വം പറയണം.